ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എങ്ങനെയാണ് പി ജി ആൻഡ് യു ജി ഡിസർട്ടേഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. യു ജിയുടെയും പി ജിയുടെയും ഓൾമോസ്റ്റ് സിമിലർ ആണ്, എക്സെപ്റ്റ് പി ജിക്കാർക്ക് കുറച്ചുകൂടി കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും അവർ ഫോളോ ചെയ്യേണ്ട. യു ജിയുടെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇഷ്യൂ ചെയ്തേക്കുന്ന റിക്വയർമെൻ്റ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിനുശേഷം ചാപ്റ്റർ ഡിസൈൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ടോപ്പിക് സെലക്ഷനാണ്. നമ്മളെല്ലാവരും ടോപ്പിക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സബ്മിഷൻ റിക്വയർമെൻ്റ് ആണ് അടുത്തത്. സബ്മിഷൻ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങൾക്കൊരു ഡെഡ് ലൈൻ തരുന്നത്, ഏത് ഡേറ്റിൽ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. നമുക്ക് യൂണിവേഴ്സിറ്റി തരുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 days ആണ്, അല്ലെങ്കിൽ 3 weeks ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമാറ്റിംഗ് സ്റ്റാൻഡേർഡ് ആണ്. എങ്ങനെയാണ് പ്രൊജക്റ്റ് ഫോമാറ്റ് ചെയ്യേണ്ടത്? ഇതിന് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ട് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസ് നോക്കിയാൽ അറിയാം. റിപ്പോർട്ട് ഇംഗ്ലീഷിലായിരിക്കണം. മിനിമം യു ജിക്ക് 30 pages വേണം. യു ജിയുടെ കാര്യമാണ് പറയുന്നത്, മിനിമം 30 pages. പക്ഷേ നമ്മൾ 30 pages നിർത്തേണ്ട. എൻ്റെ പ്രൊജക്റ്റ് മിനിമം 50 pages വേണം. മാക്സിമം എത്ര വേണമെങ്കിലും ആയാലും കുഴപ്പമില്ല. ഓക്കെ, A4 സൈസ് പേജിലായിരിക്കണം. കൂടാതെ 1.5 ലൈൻ സ്പേസിങ് ആയിരിക്കണം. അതായത് 2 ലൈൻ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 1.5 ആയിരിക്കണം. ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ ആയിരിക്കണം. ഫോണ്ട് സൈസ് 12 ആയിരിക്കണം. ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റ് ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ ആയിരിക്കണം. ഫോണ്ട് സൈസ് 12 ആയിരിക്കണം. ഒരു ചാപ്റ്ററിൽ ടൈംസ് ന്യൂ റോമൻ, വേറൊരു ചാപ്റ്ററിൽ ടഹോമ, അങ്ങനെയൊന്നും പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഫോണ്ട്. ഫോണ്ട് സൈസ് 12 ആണ്. യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻ പറയുന്ന 14 ആണ്. പക്ഷേ നിങ്ങൾ ഫോണ്ട് സൈസ് 12 ഫോളോ ചെയ്താൽ മതി. ഹെഡിങ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സബ് ഹെഡിങ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് വേണമെങ്കിൽ 14 ആക്കാം. ഹെഡിങ് എപ്പോഴും ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുക്കുക. 12 14 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സബ് ഹെഡിങ് ആണെങ്കിൽ ബോൾഡായിട്ട് 12 തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്രൊജക്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൈറൽ ബൗണ്ട് ചെയ്യുക. ഫൈനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ഫൈനൽ പ്രിൻ്റ് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ ബൗണ്ട് ചെയ്യുക. ഡെഡ് ലൈനും സർട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടൈം പറയും. യൂണിവേഴ്സിറ്റി പറയുന്നത് ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദ 6th സെമസ്റ്ററിന് ഒരാഴ്ച മുന്നെയാണ്. പക്ഷേ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതായിരിക്കും ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു സ്റ്റുഡൻറ്റ് എത്ര കോപ്പി പ്രിപ്പയർ ചെയ്യണം? മിനിമം 2 കോപ്പി സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്യണം പ്രൊജക്റ്റിൻ്റെ. 2 സ്പൈറൽ ബൗണ്ട് കോപ്പി, ഒരെണ്ണം ഡിപ്പാർട്ട്മെൻറ്റിനും ഒരെണ്ണം പേഴ്സണൽ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് വെക്കാനും. ഗൈഡ് പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ കോപ്പീസ് വേണം. അപ്പോൾ മിനിമം എന്തായാലും 2 കോപ്പീസ് വേണം. പിന്നെ ഗൈഡിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എക്സ്ട്രാ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യണം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സണൽ റെക്കോർഡിന് വേണ്ടിയുള്ള കോപ്പി എക്സ്റ്റേണൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റേണൽ വൈവയുടെ അന്ന് നിങ്ങളുടെ ഒപ്പം കൊണ്ടുവരേണ്ടതാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്ത കോപ്പി എക്സ്റ്റേണൽ എക്സാമിനറിൻ്റെ കയ്യിലുണ്ടാവും. ഓക്കെ, ഇനി പ്രൊജക്ട് ഡ്യൂറേഷൻ നേരത്തെ പറഞ്ഞ പോലെ 3 weeks ആണ്, 21 days. ഓക്കെ, ഇനി പേജൊക്കെ എന്തൊക്കെ പേജ് വേണം എന്നുള്ളതാണ്. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടൈറ്റിൽ പേജ് വേണം, ഡിക്ലറേഷൻ ബൈ സ്റ്റുഡൻറ്റ് വേണം. അതിൻ്റെയൊക്കെ ഫോർമാറ്റ് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ പ്രൊജക്റ്റ് നോക്കിയാൽ കിട്ടും. കൂടാതെ സൂപ്പർവൈസിങ് ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ഗൈഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അക്നോളജ്മെൻറ്റ് നിങ്ങളുടെ ഗൈഡിനോ ടീച്ചേഴ്സിനോ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോ ആർക്കൊക്കെ അക്നോളജ്മെൻറ്റ് കൊടുക്കണോ അവർക്കൊക്കെ അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇൻഫോർമലായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററൈസേഷനിലേക്ക് വരണം അല്ലെങ്കിൽ ചാപ്റ്റർ ഡിസൈനിലേക്ക് വരുമ്പോൾ 5 ചാപ്റ്ററാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈനിൽ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. അത് യു ജി ആയാലും പി ജി ആയാലും 5 ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ പോയി പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ പ്രൊഫൈൽ കൊടുക്കുക. നമ്മളുടെ ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ ചെയ്യുന്ന ആരും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർഗനൈസേഷൻ പ്രൊഫൈലിന് പകരം നിങ്ങൾ സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. മിനിമം 1 പേജ് വേണം, മാക്സിമം 2 പേജ് ആവാം. ഓക്കെ, നിങ്ങളുടെ ടോപ്പിക് എന്താണ് എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ വേണ്ടത് റിസർച്ച് പ്രോബ്ലമാണ്. നിങ്ങൾ സീനിയേഴ്സിൻ്റെയൊക്കെ പ്രൊജക്റ്റ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ റിസർച്ച് പ്രോബ്ലം എന്നായിരിക്കില്ല കാണുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം എന്നായിരിക്കും കാണുക. ഈ ഒരു പാരഗ്രാഫ് എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറേ സ്റ്റഡികൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓൾറെഡി സ്റ്റഡിയുള്ള കാര്യത്തിനെ പറ്റി നിങ്ങൾ എന്തിനാണ് വീണ്ടും സ്റ്റഡി ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വരും. അവിടെയാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ആ ഒരു കാര്യമാണ് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ
ലിറ്ററേച്ചർ റിവ്യൂ നടത്തിയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് സ്റ്റഡീസ് നോക്കിയപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടു കാണും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ കണ്ടു കാണും. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു സ്റ്റഡി വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റഡി ഏറ്റെടുക്കാൻ എന്താണ് കാര്യം എന്നുള്ള കാര്യമാണ് റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്ന പാരഗ്രാഫിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അടുത്ത ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ്. എന്തിനാണ് ഈ ഒരു സ്റ്റഡി നിങ്ങൾ നടത്തുന്നത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക കൃത്യമായിട്ട്. എന്താണ് നിങ്ങൾ ഈ ഒരു സ്റ്റഡിയുടെ പേർപ്പസ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. ആ ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഡിഫൈൻഡ് ഫോമാറ്റ് ഉണ്ട്. അതെന്താണെന്നുള്ള ഞാൻ വഴിയെ കാണിച്ചു തരാം. അതിനുശേഷം റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് നടത്താൻ പോകുന്നത്. എക്സ്പ്ലോറേറ്ററി സ്റ്റഡി ആണോ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആണോ, അനാലിറ്റിക്കൽ സ്റ്റഡി ആണോ എന്നുള്ള കാര്യമൊക്കെ മെൻഷൻ ചെയ്യുക. കൂടാതെ റിസർച്ച് മെത്തഡോളജി പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് സാമ്പിളിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, റാൻഡം സാമ്പിളിംഗ് ആണോ നോൺ റാൻഡം ആണോ, അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ ഏതാണ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. എന്തൊക്കെ ടൂൾസാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഡാറ്റ കളക്ഷൻ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യനെയർ ആയിരിക്കുമോ, ഇൻ്റർവ്യൂ ആയിരിക്കും, അത് ഒബ്സർവേഷൻ മെത്തേഡ് ആയിരിക്കുമോ, ഇനി ഡാറ്റ സോഴ്സസ് എന്തൊക്കെയാണ്, പ്രൈമറി സോഴ്സ് ആണോ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഡാറ്റ സോഴ്സ്, അല്ലെങ്കിൽ സെക്കൻഡറി ആണോ, നിങ്ങൾ ഏത് സോഴ്സ് ആണോ യൂസ് ചെയ്യുന്നത് ആ കാര്യമൊക്കെ റിസർച്ച് മെത്തഡോളജി, നിങ്ങളെ റിസർച്ചിൻ്റെ മെത്തഡോളജിയാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു എക്സാമ്പിൾ, ഇത് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കും. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ടാണ് 3 എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. സപ്പോസ് നിങ്ങൾ മാർക്കറ്റിംഗ് റിസർച്ചിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രൊജക്റ്റാണ്, ടോപ്പിക്കാണ് സെലക്ട് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഒബ്ജക്റ്റീവ്സ് ആണ്. ടു അനലൈസ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ടു അനലൈസ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വിത്ത് ഇന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്ന റീജിയനിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്രയാണെന്ന് മെഷർ ചെയ്യാനൊക്കെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ടു ഐഡൻറ്റിഫൈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പർച്ചേസ് ഡിസിഷൻ ഓഫ് പ്രൊഡക്റ്റ്. സാംസങ് അല്ലെങ്കിൽ ഐഫോൺ ചൂസ് ചെയ്യാനുള്ള ഫാക്ടർ എന്താണ്, ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എന്താണ് എന്നുള്ള കാര്യമൊക്കെ മാർക്കറ്റിംഗ് റിസർച്ച് ആണെങ്കിൽ അത് ചെയ്യാം. ഇനി ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ബേസ് ചെയ്താണെങ്കിൽ നമുക്ക് ടു അസസ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ടു സ്റ്റഡി ദ ട്രെൻഡ് ഇൻ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ടു അനലൈസ്, ടു ഐഡൻറ്റിഫൈ, ടു വാലുവേറ്റ്, ടു മെഷർ ദ ലെവൽ ഓഫ് അവയർനെസ്, അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ലിറ്ററസി ഒരാൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരാൾ GST ബേസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ്സ് കൊടുക്കാം. ടു ലെവൽ ദ മെഷർ ഓഫ് അവയർനെസ്, അല്ലെങ്കിൽ ടു എന്താ പറയുക, ഫൈൻഡ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഇൻഫ്ലുവൻസിങ് ഡിസിഷൻസ് ഇൻ സ്മോൾ ബിസിനസ് റിഗാർഡിങ് GST, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്താണ്, ജനറലൈസ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ 3 എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കണം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യേണ്ടത്, അതിങ്ങനെ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്റർ, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയാൻ കാരണം ഇത് പ്രീവിയസ് സ്റ്റഡീനെ നമ്മൾ റിവ്യൂ ചെയ്യുകയാണ്, പ്രീവിയസ് ലിറ്ററേച്ചർ നമ്മൾ വായിച്ചു നോക്കുകയാണ്. അതായത് നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളുടെ സെയിം ടോപ്പിക്കിൽ നടത്തിയ സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓതേഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളൊക്കെ നടത്തിയ നിങ്ങളുടെ ടോപ്പിക്കിലുള്ള സ്റ്റഡീസിനെ നമ്മൾ റിവ്യൂ ചെയ്യുകയാണ്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ആക്ച്വലി ടോപ്പിക്ക് തന്നെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മാത്രമല്ല നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കിൽ എന്തൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതേണ്ട ഒരു പ്രത്യേക രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ കീഴിലൂടെ 3 പേരെ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്മിത്ത് ആൻഡ് ജോൺസൺ, പിന്നെ ഗുപ്ത, പിന്നെ മൂന്നാമത്തെ ഡേവിസ് എറ്റാൽ. ഓക്കെ, ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട് ഞാൻ ചെയ്തേക്കുന്നതിൽ. നമ്മളെപ്പോഴും ലേറ്റസ്റ്റ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ റിപ്പോർട്ട് നമ്മൾ പ്രൊജക്റ്റിൽ എഴുതുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ സ്റ്റഡി വേണം ഏറ്റവും ആദ്യം എഴുതാൻ. അതായത് ഇവിടെ എഴുതുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ട ഡേവിസ് എറ്റാലാണ്, പിന്നെ സ്മിത്ത് ആൻഡ് ജോൺസൺ, പിന്നെ ആയിരിക്കണം ഗുപ്ത. അതായത് 2021 ആണ് ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സപ്പോസ് 2025 ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട് നിങ്ങളുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്തെങ്കിൽ അതായിരിക്കണം ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറിൻ്റെ പേര്, ഇവിടെ 2 ഓതർ ഉണ്ട്. ഫസ്റ്റ് വൺ സ്മിത്ത് ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന 2 ഓതർ നടത്തിയേക്കുന്ന സ്റ്റഡിയാണ്. അവർ നടത്തിയേക്കുന്ന ഇയറാണ് ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത്. അപ്പോൾ സ്മിത്ത് ആൻഡ് ജോൺസൺ ബോൾഡിൽ കൊടുക്കുക, അവർ നടത്തിയ സ്റ്റഡി ഏത് ഇയറാണോ അതും ബ്രാക്കറ്റിൽ കൊടുക്കുക, 2020. ഓക്കെ, ഇനി അവരെന്താണ് സ്റ്റഡി നടത്തിയത്? കണ്ടക്റ്റഡ് സ്റ്റഡി ഓൺ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കസ്റ്റമർ ലോയൽറ്റി ഇൻ റീറ്റെയിൽ സെക്ടർ. അപ്പോൾ റീറ്റെയിൽ സെക്ടറിൽ അവർ കസ്റ്റമർ ലോയൽറ്റിയുടെ ഒരു സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുമ്പോൾ ആരാണ് ഓതർ എന്ന് എഴുതുക, അവരെന്ത് സ്റ്റഡിയാണ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾ എഴുതുക പാരഗ്രാഫായിട്ട്. അവരുടെ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം അല്ലെങ്കിൽ കോട്ട് ചെയ്യാം. കൂടാതെ ആ ഒരു സ്റ്റഡിയുടെ ഫൈൻഡിങ്സ് എന്താണ്, മേജർ ഫൈൻഡിങ്സ് ഓഫ് ദാറ്റ് സ്റ്റഡി എന്താണെന്നുള്ളതായിരിക്കണം അടുത്ത സെൻറ്റൻസ് ആയിട്ട് മെയിൻ
മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, their research highlighted that personalized customer service and loyalty programs significantly impact repeat purchases. അപ്പോൾ അവർ പറയുന്നത്, അവർ കസ്റ്റമർ ലോയൽറ്റിയുടെ ഒരു സ്റ്റഡിയാണ് നടത്തിയത്. അതിൻ്റെ മേജർ ഫൈൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസും ലോയൽറ്റി പ്രോഗ്രാംസും പേഴ്സണലൈസ് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റഡ് പർച്ചേസസിന് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അതായത് റിപ്പീറ്റഡ് പർച്ചേസിന് ചാൻസ് ഉണ്ട് എങ്ങനെയാണെങ്കിൽ പേഴ്സണലൈസ് കസ്റ്റമർ സർവീസും ലോയൽറ്റി പ്രോഗ്രാംസും കൊടുക്കുകയാണെങ്കിൽ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരെ ഫൈൻഡിങ്സ് ചെയ്താൽ ഇനി ഹൗവർ ദ സ്റ്റഡി വാസ് ലിമിറ്റഡ് ടു അർബൻ മാർക്കറ്റ്. ഇവിടെ പറയുന്നത് ആ ഒരു സ്റ്റഡിയുടെ ഗ്യാപ്പാണ്, ലിമിറ്റേഷനാണ്. അതായത് അവർ അർബൻ മാർക്കറ്റിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ, റൂറൽ മാർക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് ആ ഒരു സ്റ്റഡിയുടെ ഗ്യാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് എന്ത് ചെയ്യാം, റൂറൽ ഏരിയയിലെ റൂറൽ കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തൊരു സ്റ്റഡി നടത്താം. അപ്പോൾ അത് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ആയിട്ട് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതേഴ്സിൻ്റെ പേര് എഴുതുക, സ്റ്റഡി നടന്ന ഇയർ എഴുതുക, അതിനുശേഷം എന്താണ് അവർ സ്റ്റഡി ചെയ്തത്, അതിൻ്റെ മേജർ ഫൈൻഡിങ്സ് എന്താണ്, അതിൻ്റെ ഗ്യാപ്പ് എന്താണ്, വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റഡിയിൽ എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്തേക്കുന്നത്, അനോവയാണോ അല്ലെങ്കിൽ കൈസ്ക്വയർ ടെസ്റ്റ് ആണോ, ടി ടെസ്റ്റ് ആണോ, അല്ലെങ്കിൽ ട്രെൻഡ് മാത്രമാണോ, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ മാത്രമാണോ, എന്താണോ ടൂൾ ഉപയോഗിച്ചിരിക്കുന്നത് അതും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഗുപ്ത 2018 നടത്തിയേക്കുന്ന സ്റ്റഡിയാണ്. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഡേവിസ് എറ്റ് ആൽ എന്നാണ് കൊടുത്തേക്കുന്നത്. എറ്റ് ആൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിക്കിളിന് അല്ലെങ്കിൽ ഒരു സ്റ്റഡിക്ക് 3 അതിലധികമോ ഓതേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റഡി നടത്തിയത് 3 അതിലധികമോ ആളുകളാണെങ്കിൽ നമ്മളൊക്കെ എല്ലാവരുടെയും പേര് എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, ആദ്യത്തെ ഓതറിന് മാത്രം പേര് എഴുതും, അതിനുശേഷം എറ്റ് ആൽ എന്ന് കൊടുക്കും. ഓക്കെ, 2 പേരാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം കൊടുത്തേക്കുന്ന സ്മിത്ത് ആൻഡ് ജോൺസൺ എന്ന് എഴുതാം. ഒരാളാണെങ്കിൽ ഗുപ്ത എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് കാണിക്കാം. പക്ഷേ 3, 4, 5, 6 ഓതേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും പേര് ചേർന്ന് നടത്തിയേക്കുന്ന ഒരു സ്റ്റഡി ആണെങ്കിൽ നമ്മൾക്കവിടെ എല്ലാവരുടെയും പേര് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഓതറിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ആളുടെ പേര് എഴുതുക, അതിന് ശേഷം എറ്റ് ആൽ എന്ന് പറയുന്നൊരു വേർഡും കൂടി ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ഇയർ കൊടുക്കുക. ഓക്കെ, ഇനി ലിറ്ററേച്ചർ റിവ്യൂ. യു ജി സ്റ്റുഡൻസ് മിനിമം ഒരു 25 വേണം, PG സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു 35 വേണം മിനിമം. ഓക്കെ, അതിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക, മിനിമം അല്ല മാക്സിമം. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ UG സ്റ്റുഡൻസ് 25, PG സ്റ്റുഡൻസ് 35 റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആളുകളുടെ സ്റ്റഡിയാണ് നമ്മളുടെ സ്റ്റഡിയിൽ കോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത പോലെയാണ് അല്ലേ. അത് വേറൊരാളുടെ സ്റ്റഡി നമ്മൾ അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ അടുത്ത് ചോദിക്കാതെ നമ്മൾ നമ്മളുടെ സ്റ്റഡിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കാണ്, നമ്മളുടെ റിപ്പോർട്ടിലേക്ക് എഴുതുകയാണ്. അപ്പോൾ അവരുടെ പേര് മെൻഷൻ ചെയ്തില്ല, അവർക്ക് ക്രെഡിറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്ലേജറിസം എന്ന് പറയും. അതായത് കോപ്പി ചെയ്ത പോലെ, കളവ് ചെയ്ത പോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ക്രെഡിറ്റ് കൊടുക്കണം. ക്രെഡിറ്റ് കൊടുക്കുന്നത് എവിടെയാണ്, ലിറ്ററേച്ചർ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്ററിൻ്റെ ലിറ്ററേച്ചർ റിവ്യൂ എല്ലാം എഴുതിയതിന് ശേഷം ഏറ്റവും അടിയിൽ റെഫറൻസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൊടുക്കുക. എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, റെഫറൻസസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ആ ചാപ്റ്ററിൽ തന്നെ എൻഡിൽ റെഫറൻസസ് എന്ന് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണോ നമ്മൾ ഓർഡർ ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്നത് ആ ഓർഡറിൽ തന്നെ സ്മിത്ത് ആൻഡ് ജോൺസൺ, ഗുപ്ത, ഡേവിസ് എറ്റ് ആൽ. അപ്പോൾ റെഫറൻസസിലും അതേ ഓർഡറിൽ തന്നെ കൊടുക്കുക, സ്മിത്ത്, ഗുപ്ത, ഡേവിസ്. ഓക്കെ, ഇനി റെഫറൻസ് കൊടുക്കുമ്പോൾ ഇതിന് നമ്മൾ സൈറ്റേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയാണോ അത്. അപ്പോൾ റെഫറൻസസിൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫോർമാറ്റ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോഷ്യൽ സയൻസ്, കൊമേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർ, സ്റ്റഡി നടത്തുന്നവർ, പ്രൊജക്റ്റ് ചെയ്യുന്നവർ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റിൻ്റെ പേരാണ് APA ഫോർമാറ്റ്. APAയുടെ ഫുൾ ഫോം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അതിൽ പറഞ്ഞേക്കുന്ന രീതിയിൽ വേണം റെഫറൻസസ് എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്മിത്ത് ആൻഡ് ജോൺസൺ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലോകത്ത് പല സ്മിത്ത് ഉണ്ടാവും, പല ജോൺസൺ ഉണ്ടാവും. നമ്മൾ റെഫറൻസസിലാണ് കൃത്യമായിട്ടുള്ള പേര് കൊടുക്കുക. സ്മിത്ത് J ആൻഡ് ജോൺസൺ M, ഇയർ കൊടുക്കുക. ഇനി അവരുടെ ആർട്ടിക്കിളിൻ്റെ പേര് കൊടുക്കുക. നിങ്ങൾ ഒരു ജേർണലിലാണ് അവരുടെ ആർട്ടിക്കിൾ കണ്ടതെന്നുണ്ടെങ്കിൽ ആ ആർട്ടിക്കിളിൻ്റെ പേര് ആദ്യം കൊടുക്കുക. എന്താണ് ആർട്ടിക്കിളിൻ്റെ പേര്, കസ്റ്റമർ ലോയൽറ്റി ഇൻ റീറ്റെയിൽ, ദ ഇമ്പാക്ട് ഓഫ് പേഴ്സണലൈസ് സർവീസ് ആൻഡ് ലോയൽറ്റി പ്രോഗ്രാം. ഇതാണ് അവരുടെ ആർട്ടിക്കിൾ. ഇനി ആ ആർട്ടിക്കിൾ ഏത് ജേർണലിലാണ് വന്നതെന്നുള്ള അടുത്തായിട്ട് കൊടുക്കുക. അപ്പോൾ ജേർണൽ ഓഫ് റീറ്റെയിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ജേർണലിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. ഇനി 45 ബ്രാക്കറ്റിൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം, ആ ജേർണലിൻ്റെ വോളിയം, ഇഷ്യൂ 45th വോളിയം, 3rd ഇഷ്യൂ, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഏറ്റവും അവസാനം 78-92, അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജേർണലിൽ ഈ ആർട്ടിക്കിൾ വന്നേക്കുന്ന പേജ് നമ്പേഴ്സാണ്. അതായത് കസ്റ്റമർ ലോയൽറ്റി ഇൻ റീറ്റെയിൽ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നേക്കുന്ന പേജ് നമ്പേഴ്സ് 78th പേജ് മുതൽ 92nd പേജ് വരെയാണ് ആ ഒരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. ഈ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഗുപ്ത 2018, ഇത് ബുക്കാണ്. നിങ്ങളൊരു ബുക്കാണ് റെഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഫിനാൻഷ്യൽ ബുക്കിൻ്റെ പേര്
പേര് കഴിഞ്ഞ് ഇയർ കഴിഞ്ഞ് ബുക്കിൻ്റെ പേര് കൊടുക്കുക, ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇൻ ഇന്ത്യ. അടുത്തത് എവിടെയാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്? ന്യൂഡൽഹിയിലാണ് പബ്ലിഷ് ചെയ്തത്. ഇനി ആരാണ് പബ്ലിഷ് ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് വേണ്ടത്. അക്കാഡമിക് പബ്ലിഷേഴ്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷറാണ് അത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡേവിസ് എറ്റാൽ, 3 അതിലധികമോ ഓതേഴ്സ് ഉണ്ട്. ഇവിടെ 3 ഓതേഴ്സ് ഉണ്ട്, ഡേവിസ് എൽ, തോംസൺ കെ ആൻഡ് വിൽസൺ എസ്. 2021 അവർ ആ ഒരു ആർട്ടിക്കിൾ എഴുതിയത്. അത് ഓൺലൈനായിട്ടാണ് അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ആർട്ടിക്കിളാണ്. അപ്പോൾ ഓൺലൈൻ ആർട്ടിക്കിൾ റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾ കോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ലിറ്ററേച്ചർ റിവ്യൂ എഴുതുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആർട്ടിക്കിളിൻ്റെ പേര് ആദ്യം കൊടുക്കുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ എ വിഷ്വൽ കണ്ടന്റ് പെർസ്പെക്റ്റീവ്, അതാണ് ആർട്ടിക്കിളിൻ്റെ പേര്. ഇനി അത് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ എടുത്തത്, റിട്രീവ് ചെയ്തത്, അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ പേര് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തുകൂടി കൊടുക്കുക? റിട്രീവ്ഡ് ഫ്രം, ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ആ ഒരു ആർട്ടിക്കിൾ റിട്രീവ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു ലിറ്ററേച്ചർ റിട്രീവ് ചെയ്തേക്കുന്നതെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെഫറൻസസ് എഴുതേണ്ടത്. അതിൻ്റെ ഫോർമാറ്റിൻ്റെ പേരാണ് APA ഫോർമാറ്റ്. ഇത് APA ഫോർമാറ്റ് എന്നൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നുള്ളൂ. നിങ്ങൾ ആ ഒരു ഫോർമാറ്റിംഗ് പാറ്റേൺ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഫ്രെയിംവർക്കാണ്. പ്യുവർലി തിയറി ബേസ്ഡ് ആണ്, കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. അത് നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ എവല്യൂഷൻ, അതിൻ്റെ സ്റ്റാറ്റസ്, കറൻറ്റ് സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ, കറൻറ്റ് സ്റ്റാറ്റസ് ഇൻ ദ വേൾഡ്, എന്തൊക്കെയാണോ തിയററ്റിക്കലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീനെ ബേസ് ചെയ്ത് പറയാനുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് ചാപ്റ്റർ 3 നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ GST ആണെങ്കിൽ GST എന്നാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇപ്പം എന്താണ് സ്റ്റാറ്റസ്, എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സ്ലാബ്, അതൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഫിനാൻഷ്യൽ ലിറ്ററസി ആണെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഡെവലപ്മെൻറ്റ്, എവല്യൂഷൻ, ഹിസ്റ്ററി, കറൻറ്റ് സ്റ്റാറ്റസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്താണ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ ലിറ്ററസി, അതൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ചാപ്റ്റർ 3 ഒരു 3-4 പേജ് വേണം നിങ്ങളുടെ പ്രൊജക്റ്റിൽ. ഓക്കെ, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന 3-4 പേജായിട്ട് തന്നെ വേണം. ചാപ്റ്റർ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ചാപ്റ്റർ ഇതാണ്, ബാക്കിയെല്ലാം കോപ്പി പേസ്റ്റ് ആണ്. നമ്മുടെ സ്വന്തം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലാണ്. അതായത് നമ്മൾ ഏറ്റവും ആദ്യം ഡാറ്റ കളക്ട് ചെയ്യണം. നമ്മൾ ഡാറ്റ കളക്ഷൻ പ്രൈമറി സോഴ്സോ സെക്കൻഡറി സോഴ്സോ യൂസ് ചെയ്ത് ചെയ്യാം. പ്രൈമറി സോഴ്സ് എന്തായാലും മസ്റ്റാണ്. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്നെയറോ ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ത്രൂവോ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്നെയറാണ്. ക്വസ്റ്റ്നെയർ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഗൂഗിൾ ഫോം. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോം വഴി നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് റിലേറ്റ് ടു ദ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സായിട്ട് മാച്ച് ആവണം. നമ്മൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ 3 ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്നെയറിൽ ചോദിക്കേണ്ടത്. സപ്പോസ് ടു മെഷർ ദ ലെവൽ ഓഫ് അവയർനെസ് ആണെങ്കിൽ അവയർനെസ് മെഷർ ചെയ്യാൻ എന്തൊക്കെ ചോദ്യം ചോദിക്കാമോ അതായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്നെയറിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്നെയർ പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്നെയർ അഡ്മിനിസ്റ്റർ ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഡാറ്റ അനാലിസിസ് നടക്കുന്നത്, ചാപ്റ്റർ 4. അപ്പോൾ ഡാറ്റ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം വേണ്ട ഡാറ്റ പ്രസൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ടേബിൾസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, ഗ്രാഫായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ചാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ബാർ ഡയഗ്രാം ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, പൈ ഡയഗ്രാം ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ബ്രീഫ് ഇൻ്റർപ്രിട്ടേഷൻ. സപ്പോസ് നിങ്ങളുടെ സ്റ്റഡി നടത്തിയപ്പോൾ ജെൻഡറിൻ്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ കളക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48% മെയിലും 52% ഫീമെയിലും ആണെങ്കിൽ നിങ്ങൾ ടേബിൾ യൂസ് ചെയ്തോ പൈ ചാർട്ട് ഉപയോഗിച്ചോ ആ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു ഇൻ്റർപ്രിട്ടേഷൻ പോലെ കൊടുക്കുക. ഓക്കെ, ഇനി അതിനുശേഷം ആ ഡാറ്റേനെ ബേസ് ചെയ്ത് ഫൈൻഡിങ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞാണ് റിലേറ്റ് ടു ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും അല്ലെങ്കിൽ ഡാറ്റ എപ്പോഴും ഒബ്ജക്റ്റീവ്സ് ആയിട്ട് മാച്ച് ആയിട്ട് പോകണം. നിങ്ങൾക്ക് തോന്നിയ പോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. നമ്മൾ 3 ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ക്വസ്റ്റ്യൻസ് വേണ്ടത്. അപ്പോൾ UG സ്റ്റുഡൻസ് ഒരു 25 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. PG സ്റ്റുഡൻസ് ഒരു 35 ക്വസ്റ്റ്യൻസ്. നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്റർ പോലെ തന്നെ 25 ക്വസ്റ്റ്യൻസ് UG, PG സ്റ്റുഡൻസ് 35 ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5ൻ്റെ ഹെഡിങ് എന്ന് പറയുന്ന ഫൈൻഡിങ്സ്, സജഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ആണ്. നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്തിയപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ റിസൾട്ടാണ് കിട്ടിയത് എന്നുള്ളത് അവിടെ സമ്മറൈസ് ചെയ്ത് എഴുതുക. ഇലാബറേറ്റ് ആയിട്ട് വേണ്ട, ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതിയാൽ മതി ഫൈൻഡിങ്സ്. ഓക്കെ, നിങ്ങളുടെ ഡാറ്റ അനാലിസിസിനെ ബേസ് ചെയ്തായിരിക്കണം. നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ഫൈൻഡിങ്സ് ആയിരിക്കരുത്,
നിങ്ങൾക്ക് എന്താണോ ഡാറ്റ അനലൈസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ അഡ്മിനിസ്റ്റർ ചെയ്ത് ഡാറ്റ റിസീവ് ചെയ്തപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കണം അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ സജഷൻസ് ആണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ. സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തായിരിക്കണം. ജനറൽ അസംഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, ജനറൽ സജഷൻസ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്റ്റഡി അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് നടത്തിയപ്പോൾ നിങ്ങൾ എന്താണോ ഫൈൻഡ് ചെയ്തത് അതിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടിയത് അതിനെ ബേസ് ചെയ്തുള്ള സ്പെസിഫിക് സജഷൻസും ആക്ഷണബിൾ റെക്കമെൻഡേഷൻസും മാത്രമേ നിങ്ങൾക്ക് സജഷൻസിൽ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ ജനറൽ അസംഷൻസ് കൊടുക്കാൻ പറ്റില്ല. മൂന്നാമത്തത് നിങ്ങളുടെ സ്റ്റഡീനെ കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ഫൈനൽ സെക്ഷൻ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിൽ കൺക്ലൂഷൻ സെക്ഷനാണ്. നിങ്ങളുടെ സ്റ്റഡീനെ ഓവറോൾ ആയിട്ടൊന്ന് സമ്മറൈസ് ചെയ്യുക. ഒരു 2-3 പാരഗ്രാഫ് മതി, വാരി വലിച്ചൊന്നും എഴുതണ്ട. ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ്സ് എന്താണ്, നിങ്ങൾക്ക് സ്റ്റഡിയിൽ വന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി സ്റ്റഡിയുടെ ചാപ്റ്റർ 5 കഴിഞ്ഞാൽ അപ്പൻഡിസസ് ആണ്. അപ്പൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡീനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ അപ്പൻഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം അവിടെ കാണിക്കാം. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യനെയർ അപ്പൻഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ഗൂഗിൾ ഫോം വഴിയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വേർഡ് ഫോർമാറ്റിലാക്കിയിട്ട് പ്രൊജക്റ്റിൽ അപ്പൻഡിക്സിൽ അപ്പൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനെയർ ആയിരിക്കണം അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത്. രണ്ടാമത് എന്തെങ്കിലും സ്പെസിഫിക് ഫോംസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് അപ്പൻഡ് ചെയ്യാം. അഡീഷണൽ മെറ്റീരിയൽസ് നിങ്ങളുടെ പ്രൊജക്റ്റിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൂഫായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ മെറ്റീരിയൽസ് അപ്പൻഡിക്സ് ആയിട്ട് വയ്ക്കുക. അപ്പോൾ അപ്പൻഡിക്സ് വയ്ക്കുമ്പോൾ ഓരോ അപ്പൻഡിക്സിന് നമ്പർ കൊടുക്കുക, അപ്പൻഡിക്സ് 1, 2, 3 അല്ലെങ്കിൽ അപ്പൻഡിക്സ് A, B, C എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഏറ്റവും അവസാനം അപ്പൻഡിക്സ് കഴിഞ്ഞാൽ ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി ഒന്നുമില്ല, നിങ്ങൾ റെഫറൻസസ് എല്ലാ ചാപ്റ്ററിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് റെഫറൻസസ് സെക്ഷൻ ഉണ്ടാവും അല്ലേ. ആ റെഫറൻസസ് സെക്ഷൻ എല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ സ്മിത്ത് ആൻഡ് ജോൺസൻ്റെ കാര്യം പറഞ്ഞു, ഗുപ്തയുടെ കാര്യം പറഞ്ഞു, അതെല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മൾ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്, തിയററ്റിക്കൽ ഫ്രെയിംവർക്കാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിക്കിപീഡിയയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റഡിയൊക്കെ നോക്കി റെഫർ ചെയ്യുന്നതായിരിക്കും. അതിനെന്തായാലും റെഫറൻസ് മസ്റ്റാണ്, കംപ്ലീറ്റ് കോപ്പി പേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ റെഫറൻസ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 1 to 5 ഉപയോഗിച്ചേക്കുന്ന റെഫറൻസുകളെല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ ബിബ്ലിയോഗ്രഫിയിൽ പേസ്റ്റ് ചെയ്യുക. APA സ്റ്റൈലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഡിസംബറിലെ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫെബ്രുവരി അവസാനമാകുമ്പോഴത്തേക്കൊക്കെ മതി. 21 days എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 1, 2, 3 മാസമൊക്കെ കിട്ടുന്നുണ്ട്. അത്രയും നാളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ലാഗ് ചെയ്യരുത്. സ്റ്റാർട്ട് ഏർലി, ഇപ്പം തന്നെ തുടങ്ങുക. ഓരോ ആഴ്ചയും ഗൈഡിനെ വന്ന്, ആരാണ് നിങ്ങളുടെ ഗൈഡിനെ വന്ന് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ സ്റ്റാറ്റസ് ഇൻഫോം ചെയ്യുക. ഗൈഡിൻ്റെ അടുത്ത് നിന്ന് കറക്ഷൻസും എല്ലാം സജഷൻസും ഒക്കെ ചോദിക്കുക. ഓർഗനൈസ് ചെയ്ത് പോവുക. നോട്ട്സ് കീപ്പ് ചെയ്യേണ്ടടുത്ത് നോട്ട്സ് കീപ്പ് ചെയ്യുക. സോഴ്സസ്, അതായത് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ തന്നെ, അതായത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ തീസിസ് അല്ലെങ്കിൽ പ്രൊജക്റ്റൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റെഫറൻസ് സൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവുക. APA സ്റ്റൈലിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഗൈഡിൻ്റെ ഫീഡ്ബാക്ക് നോക്കുക. ഏറ്റവും അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസിലുള്ള തെറ്റുകളൊക്കെ നമ്മൾക്ക് നോക്കാൻ വേണ്ടി പ്രൂഫ് റീഡ് ചെയ്യുക. പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ ഒരു ടീമിൽ BComകാരാണെങ്കിൽ അല്ലെങ്കിൽ UGക്കാരാണെങ്കിൽ ടീമിൽ 3 പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റ് വേറൊരു ടീമിനെ പ്രൂഫ് റീഡ് ചെയ്യാൻ ഏൽപ്പിക്കുക. അവരുടെ പ്രൊജക്റ്റ് നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസംബർ തുടങ്ങി ഫെബ്രുവരി ഒക്കെ വരെ നമ്മൾ തന്നെയാണ് നമ്മളുടെ പ്രൊജക്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ഓവർലുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണില്ല, നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് നമ്മളുടെ തെറ്റുകൾ നമ്മൾ ചിലപ്പോൾ ഓവർലുക്ക് ചെയ്ത് ഇഗ്നോർ ചെയ്ത് പോകും. നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പോലും നമ്മൾ കാണില്ല. അത് സൈക്കോളജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് വേറൊരു ടീമിനെ ഏൽപ്പിക്കുക. വേറൊരു ടീമിൻ്റെ പ്രൊജക്റ്റ് പ്രൂഫ് റീഡ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പ്രൂഫ് റീഡ് ചെയ്യുക. എറേഴ്സും മിസ്റ്റേക്സും ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത്രയാണ് പ്രൊജക്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.